ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സഞ്ജു ആൻഡ് നിജു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നാളും ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലെങ്തി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് സഫാരി മോളിലേക്കാണ്. ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാനായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാഴ്ചകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ എന്നുള്ള ഒരു തീമിലാണ് ഇവർ ഈ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. അകത്തേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇൻഡോർ ഔട്ട്ഡോർ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. സ്നേക്ക് പ്ലാന്റ്സും മൈലാഞ്ചിയും പിന്നെ അലോവേര പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട്. കൂടാതെ ഹാങ്ങിങ് ടൈപ്സ് ആയിട്ടുള്ള ഒരുപാട് ചെടികളും ഇവിടെ അവൈലബിൾ ആണ്. മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഇലച്ചെടികളുണ്ടല്ലോ, ആ ഇലച്ചെടികളും പിന്നെ വൈറ്റ് ആന്തൂറിയവും ഒക്കെ നമ്മുടെ നാട്ടിലധികം കണ്ടുവരുന്നതാണ്. അതിൻ്റെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പച്ചമുളകിൻ്റെ ചെടിയും പിന്നെ പച്ചമുളകല്ല ഉണ്ടമുളകില്ലേ അതിൻ്റെ ചെടിയും പിന്നെ പപ്പായ ചെടികളൊക്കെ കാണാം. പിന്നെ ഒരുപാട് ലക്കി ബാംബൂസിൻ്റെ കളക്ഷൻസ് ഉണ്ട്, പല സൈസിലായിട്ടും അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഔട്ട്ഡോറിലേക്കുള്ള ചെടികളാണ്. കുറേ കറിവേപ്പില, വാഴ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നാരങ്ങ ചെടിയാണ് കേട്ടോ. നാരങ്ങയുടെ വലിയതും ഉണ്ട്, ചെറിയ സൈസിലുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പുറത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബാംബു അതൊക്കെയാണ് ആ ഒരു ഏരിയയിലായിട്ട് കാണുന്നത്. ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള ചട്ടികളും കൂടാതെ നമുക്ക് മണ്ണ് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചെടി ചട്ടികൾ മാത്രമല്ല പല മോഡലിലുള്ള സ്റ്റാൻഡ്സും അവൈലബിൾ ആണ്. ഇതിപ്പോൾ സൈക്കിൾ സ്റ്റാൻഡാണ് കാണുന്നത്. നമുക്കിതിൽ ചെടി ചട്ടികളൊക്കെ വെക്കാം. പുറത്ത് വരാന്തയിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സൈക്കിൾ സ്റ്റാൻഡ് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ 2 പീസായിട്ടുള്ള ചട്ടികൾ വെക്കാനും പിന്നെ ഒരു 4 പീസ് വെക്കാൻ പറ്റുന്നതുണ്ട്, 9 പീസിൻ്റെതുണ്ട്. അതിൽ കൂടുതലും വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന റെഡ് കളർ ആന്തൂറിയം ഉണ്ടല്ലോ, അതിവിടെ വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ടേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ആന്തൂറിയം. അധിക പേരുടെ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഇവിടെ പ്ലാന്റ്സ് മാത്രമല്ല ബേർഡ് സെയിലും നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി നമുക്ക് ബേർഡ്സൊക്കെ ഉള്ള ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് ഇവർ ബേർഡ്സിനൊക്കെ വെച്ചിട്ടുള്ളത്. ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ. പാരറ്റ്സും കോക്ടെയിലും പിന്നെ ലവ് ബേർഡ്സും വേറെ കുറേ ചെറിയ ചെറിയ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഉറങ്ങാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ബേർഡ്സ് ആണെങ്കിലും എല്ലാവരും ലൈനായി ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കുറേയൊക്കെ ഉറങ്ങിയിട്ടുമുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് മീനുകളെ കാണാം. ഗോൾഡ് ഫിഷ് ഉണ്ട്, ബ്ലാക്ക് ഗോൾഡ് ഉണ്ട്, ബ്ലാക്ക് മോളി, ഫൈറ്റർ ഫിഷ്, അങ്ങനെ കുറേ കളർ ഫിഷും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ വേറെ കാഴ്ചകളും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് സെറാമിക് പോട്ട്സൊക്കെയാണ്. കൂടാതെ നമുക്ക് വിൻ്ററിന് ആവശ്യമുള്ള പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വിൻ്റർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് ക്യാമ്പിംഗ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ടേബിൾസും ചെയറും ടെൻറ്റും മാറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ക്യാമ്പ് ഫയറിന് ആവശ്യമായിട്ടുള്ള വുഡും കാര്യങ്ങളും ചാർക്കോൾസും ചെറിയ ചെറിയ ഗ്യാസ് സ്റ്റൗസ്, മാറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.